എ എന്ന് പറയുന്ന സംഭവത്തിനോടൊപ്പം, അതായത് നമ്മളിപ്പോ നോർമലി മെനി ചേർക്കുവാണെങ്കിൽ എന്താ ചേർക്കുന്നത്? പ്ലൂറൽ ആ ചേർക്കുന്നത്. നോർമലി മെനി ആണെങ്കിൽ അത് എന്തായിട്ട് ചേർക്കണം? കൂടെ ചേർക്കുന്ന സംഭവം സിംഗുലർ നൗൺ ആയിട്ട് ചേർക്കണം. ആൻഡ് സിംഗുലർ വെർബ് ആയിട്ട് വരണം. എന്താണ്? മെനി എ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആയിട്ട് പറയണം. മെനി എ പ്ലസ് സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. മോർ ദാൻ വൺ എന്ന് ചേർക്കുവാണെങ്കിൽ എന്ത് പറയണം? മോർ ദാന്റെ കൂടെ വണ്ണ് വരുവാണെങ്കിൽ എന്ത് പറയണം? പ്ലൂറൽ നൗൺ ചേർക്കണം. ഇനി വെറും മോർ ദാൻ ആണെങ്കിൽ എന്താ? പ്ലൂറൽ നൗൺ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാവത്തില്ലെങ്കിൽ നിങ്ങൾ പറയണേ. ചിലപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടുതലായിരിക്കും. ഒന്നുകൂടെ പറയാം. അതായത് നോർമൽ മെനി ആണെങ്കിൽ എന്ത് ചേർക്കണം? പ്ലൂറൽ വേണം. ഇനി മെനിയുടെ കൂടെ എ ഉണ്ട് എങ്കിൽ എന്ത് പറയണം? എ ഉണ്ടെങ്കിൽ സിംഗുലർ ചേർക്കണം. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇവിടെ മോർ ദാൻ വണ്ണ്, അതായത് ഈ മോർ, നമ്മളിപ്പോ മെനി എക്ക് തുല്യമായിട്ട് നമുക്ക് എന്ത് പറയാം? മെനി എന്ന് പറഞ്ഞതുപോലെ തന്നെ മോർ ദാന് ശേഷം എന്തോ വൺ ആണെങ്കിൽ എന്ത് പറയാം? സിംഗുലർ. അതായത് ഇവിടെ നമ്മൾ എ ചേർക്കുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. അതായത് മെനിയുടെ കൂടെ, മെനി വെറുതെ ചേർക്കുവാണെങ്കിൽ പ്ലൂറൽ, മെനി എ ചേർക്കുവാണെങ്കിൽ സിംഗുലർ. മോർ ദാനിന്റെ കൂടെ എക്ക് പകരം നമ്മൾ എന്ത് ചേർത്തു? സിംഗുലർ ആവാൻ വേണ്ടിയിട്ട് വൺ റിലേറ്റ് ചെയ്തിട്ടാണ് ഒരു സെന്റൻസ് വരുന്നതെങ്കിൽ അത് എന്തായിട്ട് വരത്തുള്ളൂ? സിംഗുലർ. മോർ ദാൻ കണ്ടിട്ട് ചാടിക്കറി പോവരുത്, മെനി കണ്ടിട്ടും ചാടിക്കറി പോവരുത്. മെനിയുടെ ശേഷം ഉള്ള എ ഉണ്ടെങ്കിൽ സിംഗുലർ ആയിരിക്കും, മോർ ദാന് ശേഷം വൺ ഉണ്ടെങ്കിലും സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അതായത് മെനി എക്ക് തുല്യമായിട്ട് വരുന്ന സംഭവമാണ് മോർ ദാൻ വൺ എന്ന് പറയുന്നത്. മനസ്സിലായി? മോർ ദാനും മെനിയും നോർമലി പ്ലൂറൽ കേസിലാണ് പറയുന്നത്. ബട്ട് ഇതിന്റെ ശേഷം എ എന്നോ വൺ എന്നോ വരുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സിംഗുലർ. ക്ലിയർ? മെനിയും മോർ ദാനും നോർമൽ കേസിനകത്ത് പ്ലൂറലിലാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് മെനിക്ക് ശേഷം എയും മോർ ദാന് ശേഷം വണ്ണും വരുവാണെങ്കിൽ ഇത് എന്തായിട്ട് പറയണം? സിംഗുലർ ആയിട്ട് പറയണം. പക്ഷെ ഈ മോർ ദാന് ശേഷം എന്ത് വരാറുണ്ട്? 200 എന്നോ, അതായത് വണ്ണിനേക്കാൾ കൂടുതൽ എന്ത് സംഭവം വന്നാലും അത് എന്തായിട്ടേ വരത്തുള്ളൂ? മോർ ദാന് ശേഷം പ്ലൂറലേ വരത്തുള്ളൂ. മെനിക്ക് ശേഷം എ ഒഴിച്ച് ബാക്കി എന്ത് വന്നാലും എന്തേ വരത്തുള്ളൂ? പ്ലൂറലേ വരത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞതിന്റെ കാര്യം? അല്ലെങ്കിൽ അതായത് എ എന്നോ വൺ എന്നോ മെനിക്ക് ശേഷമോ മോർ ദാന് ശേഷമോ ഉണ്ടെങ്കിൽ അത് എന്തായിട്ടേ വരത്തുള്ളൂ? സിംഗുലർ. എ ഉണ്ടെങ്കിൽ സിംഗുലർ, ഒരാളെ ഉള്ളൂ എങ്കിൽ സിംഗുലർ, അങ്ങനെ ഓർത്തിച്ചാൽ മതി. എ എന്നോ വൺ എന്നോ മെനിക്ക് ശേഷമോ മോർ ദാന് ശേഷമോ വരുവാണെങ്കിൽ അത് സിംഗുലർ ആണ്. ഇനി വേറൊരു കേസാണ്, നമ്മളിപ്പം ഇവിടെ എ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മെനിക്ക് ചേർത്ത് കഴിഞ്ഞാൽ തെറ്റായി പോകും, സിംഗുലർ. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് എ ഗുഡ് മെനി എന്ന് വരുവാണ് എങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇറ്റ്സ് ലൈക്സ് എന്താ? മെനിനെ ഉള്ള അർത്ഥം. ഒന്നുകൂടെ പറയട്ടെ, മനസ്സിലാവാത്തവരുണ്ടോ? അതായത് നമ്മളിപ്പം മെനി എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. അതായത് മെനിക്ക് ശേഷം എ ഉണ്ടെങ്കിൽ മാത്രമേ എന്തായിട്ട് വരത്തുള്ളൂ? മെനിക്ക് ശേഷം എ ആണെങ്കിൽ മാത്രമേ സിംഗുലർ വരത്തുള്ളൂ. ഇതിന് മുമ്പ് എ വരുവാണെങ്കിൽ എന്തുവായിട്ടായിരിക്കും? എ ഗുഡ് മെനി എന്ന് പറയുവാണെങ്കിലും എന്തായിട്ടേ വരാവൂ? പ്ലൂറൽ ആയിട്ടേ വരാവൂ. ഐഡിയ കിട്ടിയോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് മെനിക്ക് ശേഷം എ ആണെങ്കിൽ ഇറ്റ്സ് ആക്ട് ആസ് എ സിംഗുലർ, മെനിക്ക് മുൻപ് എ ഗുഡ് എന്ന് ചേർക്കുവാണെങ്കിൽ പ്ലൂറൽ ആയിട്ടേ വരത്തുള്ളൂ. അതായത് മെനി എന്നോ എ ഗുഡ് മെനി എന്നോ ചേർത്ത് കഴിഞ്ഞാൽ പ്ലൂറൽ വെർബ് ആയിരിക്കണം വരുന്നത്. ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഇത് പറഞ്ഞു. ഇനി അതുപോലെയാണ് ഈ മെജോറിറ്റി ഓഫ് എന്ന് പറയത്തില്ലേ? മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് എന്നൊക്കെ പറയത്തില്ലേ? ആ മെജോറിറ്റി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്താ? ഒരു കളക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നോർമലി കളക്റ്റീവിന് ശേഷം എന്ത് കൊടുക്കാറുണ്ട്? സിംഗുലർ കൊടുക്കാറുണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫോ മൈനോറിറ്റി ഓഫോ വെച്ചിട്ടാണ് കളക്റ്റീവ് നൗൺ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തായിട്ട് വരണമെന്ന് നിയമമുണ്ട്? പ്ലൂറൽ നൗൺ പ്ലസ് പ്ലൂറൽ വെർബ് വരണമെന്ന് നിയമമുണ്ട്. ഒന്നുകൂടെ പറയാം, നോർമലി കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എല്ലാം ഏത് രീതിയിലുള്ള വെർബാണ്? സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. പക്ഷേ ഈ കളക്റ്റീവ് നൗൺ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്, മെജോറിറ്റി ഓഫ് ദ ഗ്രൂപ്പ് എന്നൊക്കെ, അല്ലെങ്കിൽ മൈനോറിറ്റി, മെജോറിറ്റി ആയിക്കോട്ടെ മൈനോറിറ്റി ആയിക്കോട്ടെ, അതിനോട് ശേഷം വരുന്നത് എന്തായിരിക്കും?
പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കും. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്പർ ഓഫും എ നമ്പർ ഓഫും വരണം. ഇത് നമ്പർ ഓഫ് വരുവാണെങ്കിലും എ നമ്പർ ഓഫ് വരുവാണെങ്കിലും ആൻസർ എന്ത് വരണം? നൗണ് പ്ലൂറൽ ആയിരിക്കും. എന്തുവാ? ഇത് നമ്പർ ഓഫ് ആയിക്കോട്ടെ എ നമ്പർ ഓഫ് ആയിക്കോട്ടെ നൗൺ എങ്ങനെയുള്ളതായിരിക്കും? പ്ലൂറൽ നൗൺ. അതായത് സ്റ്റുഡൻസ്, ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നോ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നോ പറയും. അതാണ് നൗണ്. ഇതാണ് നൗണ്. പക്ഷേ ഇതിനെ തുടർന്ന് വരുന്ന സംഭവം എന്തേ വരത്തുള്ളൂ? ഇതേ ആണെങ്കിൽ എന്തായിട്ട് വരും? സിംഗുലർ വെർബ്. ഇവിടെ എന്ത് വന്നു? പ്ലൂറൽ വെർബ്. ഹാവ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. നമ്മളിപ്പം കണ്ടീഷൻസ് പഠിച്ചത് ഇത് നമ്പർ ഓഫ് വരുവാണെങ്കിലും എ നമ്പർ ഓഫ് വരുവാണെങ്കിലും നൗൺ എങ്ങനെയുള്ളതായിരിക്കണം ശില്പ? പ്ലൂറൽ നൗൺ ആയിരിക്കണം. അതായത് സ്റ്റുഡൻസ്, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എക്സാമ്പിൾ ഒന്ന് പഠിക്കുന്ന ബെറ്റർ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസും എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പ്ലൂറൽ നൗൺ കിട്ടി. പക്ഷെ ഇതാ വരുവാണെങ്കിൽ എന്ത് വരണം? സിംഗുലർ വരണം. സിംഗുലർ ആയിട്ടുള്ള വെർബേ വരാവൂ. എ ആണെങ്കിൽ എന്ത് വരണം? പ്ലൂറൽ ആയിട്ടുള്ള വെർബേ വരാവൂ. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറലും ദ നമ്പർ ഓഫ് ആണെങ്കിൽ എന്ത് പറയണം? സിംഗുലറും വരണം. എന്തുവാ? ഒന്നുകൂടെ പറഞ്ഞേ. എ നമ്പർ ഓഫ് ആണെങ്കിൽ പ്ലൂറൽ വരണം. ദ ആണെങ്കിൽ എന്ത് വരണം? സിംഗുലർ വരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ. മെനി ആണെങ്കിലും എ ഗുഡ് മെനി ആണെങ്കിലും എന്ത് വരണം? പ്ലൂറൽ വരണം. മോർ ദാൻ ആണെങ്കിൽ എന്ത് വരണം? പ്ലൂറൽ വരണം. മോർ ദാൻ വൺ ആണെങ്കിൽ എന്ത് വരണം? ഇതിന്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ എന്നിട്ടല്ല, ഈ മോർ ദാൻ വൺ എന്ന് പറഞ്ഞ സംഭവം അവിടെ വരണമെന്ന അർത്ഥം കേട്ടോ. സിംഗുലർ അല്ലെ? മോർ ദാൻ വൺ ആണെങ്കിലും മെനി എ ആണെങ്കിലും എന്ത് വരണം? സിംഗുലർ വരണം. അപ്പൊ ഈ കാര്യം കിട്ടുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണവും കിട്ടുന്നുണ്ടോ? ഇനിയും അടുത്തത് എ നമ്പർ ഓഫ് വന്നാൽ എന്ത് വേണം? പ്ലൂറൽ നൗൺ ആണ് രണ്ടിനും വരേണ്ടത്. അപ്പൊ ഇനി വെർബ് മാത്രം പറഞ്ഞേ. വെർബ് എങ്ങനെയുള്ളതായിരിക്കണം? എക്ക് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? എക്ക് ശേഷം വരുന്നത് തിരിച്ചാ. ഇവിടെ മാത്രമേ ഉള്ളൂ സിംഗുലർ വരുന്നത്. ഇപ്പുറത്ത് വരുമ്പോ എന്ത് വേണം? പ്ലൂറൽ വെർബ് വരണം. അങ്ങനല്ലേ? എക്ക് ശേഷം വരേണ്ടത് പ്ലൂറൽ. ദയ്ക്ക് ശേഷം എന്ത് വരണം? സിംഗുലർ. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും വരുന്ന നൗൺ രണ്ടും പ്ലൂറൽ ആണ്. പക്ഷെ എ നമ്പറിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എ നമ്പർ ഓഫിന് ശേഷം എന്തുവാ? ഹാവ്. അപ്പൊ ഇവിടെ എന്തുവാ? പ്ലൂറൽ വെർബ്. ഇവിടെ ദ നമ്പർ ഓഫിന് ശേഷം ഹാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് വെർബാ? സിംഗുലർ വെർബാണ് വന്നിരിക്കുന്നത്. ഇനി മെജോറിറ്റി ഓഫിന് ശേഷവും മൈനോറിറ്റി ഓഫിന് ശേഷവും എന്തു വരണം? പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. നോർമലി കളക്റ്റീവ് നൗണിന് ശേഷം നമ്മൾ എന്തുവാ യൂസ് ചെയ്യുന്നത്? സിംഗുലർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മൈനോറിറ്റിക്കും മെജോറിറ്റിക്ക് ശേഷവും പ്ലൂറൽ വെർബും പ്ലൂറൽ നൗണും യൂസ് ചെയ്യണം. പ്ലൂറൽ വെർബ് പ്ലസ് പ്ലൂറൽ നൗൺ. അപ്പൊ ഈ റൂൾസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം, എഴുതി വെക്കണം. ഒരു റെഡ് ഇങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കോളത്തിനകത്തിട്ട് വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന സംഭവങ്ങളാണ്.